ജീവനക്കാർ മാത്രമല്ല, ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ സ്വകാര്യ ബസ്സുകളും അടുത്തയാഴ്ച പ്രഖ്യാപിച്ച സമരത്തിന് ഇറങ്ങിയേനെ. സർക്കാരിന്റെ പിടിവാശിയിലും പ്രതികൂല നിലപാടുകളിലും കട്ടപ്പുറത്തായ സ്വകാര്യ ബസ്സുകളുടെ പ്രശ്നങ്ങൾ ഗതാഗത വകുപ്പ് കാണുന്നേയില്ല. പൊതുഗതാഗത സംവിധാനത്തിന് കീഴിലാണ് KSRTCയും സ്വകാര്യ ബസ്സുകളും. എങ്കിലും സർക്കാരിന് ഇരട്ടതാപ്പാണ്. എന്താ മുഴുവൻ പ്രശ്നമാണ്. കേൾക്കട്ടെ. 13 വർഷം മുമ്പ് വിദ്യാർത്ഥികളുടെ ടിക്കറ്റിന് 1 രൂപയാക്കിയതാണ്. അന്ന് ഡീസലിന് 40 രൂപ, ഇപ്പോൾ 97. പക്ഷേ ST മാത്രം മാറിയില്ല. അതുകൊണ്ടെന്താ, ഞങ്ങളുടെ കൂടെ ഓടിയ പലരും സ്ഥലം വിട്ടു. നിങ്ങൾക്ക് മാത്രമല്ല, KSRTCക്കും വലിയ പ്രശ്നങ്ങളുണ്ട്. അവർ സർക്കാരിന്റെ സ്വന്തം ആളുകളല്ലേ, വലിയ ആനുകൂല്യങ്ങൾ വരെയുണ്ട്. നിങ്ങൾക്ക് മുടങ്ങാത്ത ശമ്പളം കിട്ടുന്നുണ്ടല്ലോ. KSRTCയുടെ സ്ഥിതി അങ്ങനെയല്ല. ഇപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ മാറി. ജീവനക്കാർക്ക് PF ഉണ്ട്. ശമ്പളം കൊടുത്തില്ലെങ്കിൽ ചോദിക്കാൻ തൊഴിലാളി സംഘടനകളുണ്ട്. ഇൻഷുറൻസ് ആനുകൂല്യം വരെ ഏർപ്പെടുത്തി. അതുമാത്രമല്ല, ഇവരുടെ കോലം നോക്കിയേ, പൊട്ടിപ്പൊളിഞ്ഞ് വൃത്തിയില്ലാതെ നടക്കുക. ഞങ്ങളിങ്ങനെ ഇറങ്ങിയ അപ്പോൾ അകത്താക്കില്ലേ. ഇൻഷുറൻസും പൊല്യൂഷനും ഇല്ലാതെയാ അവർ പലരും ഓടുന്നത്. അത് ശരിയാ. നിങ്ങൾ ഈ പറഞ്ഞ കാര്യം മാതൃഭൂമി ന്യൂസ് കുറച്ചുനാൾ മുമ്പും പറഞ്ഞിരുന്നു. ഇപ്പോഴും KSRTCയുടെ കാര്യത്തിൽ വലിയ മാറ്റമൊന്നുമില്ല. അതുകൊണ്ട് വിട്ടോ. വെള്ളായണി ക്ഷേത്രം, പുന്നമ്മൂട്, പെരിങ്ങമല അതുവഴി ഓടുന്ന KL 15 73 62 പ്രായം, 16 വർഷം 1 മാസം 3 ദിവസം. KL 15 70 71 16 വർഷവും 7 മാസവും 14 ദിവസവുമാണ് ഈ വാഹനത്തിൻ്റെ പ്രായം. ഇതുപോലെ 1261 വാഹനങ്ങൾ നിരത്തുകളിൽ, പഴഞ്ചൻ വാഹനങ്ങൾ ഓടുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ ഇപ്പോഴും ഞങ്ങൾ തൊണ്ട കീറി വിളിച്ചാണ് കാശുണ്ടാക്കുന്നത്. അവർക്ക് കയറുന്നവരെയും കൊണ്ടങ്ങ് പോയാൽ മതി. അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പല KSRTC ബസ്സിലും കൃത്യമായ പാച്ച് വർക്ക് പോലും നടത്തുന്നില്ല. ഇവന്റെ കോലം നോക്ക്. ഇതുപോലെ സ്റ്റിക്കർ ഒട്ടിക്കാൻ ഞങ്ങൾക്ക് അനുവാദമില്ല, ആർക്കും അനുവാദമില്ല. അവർക്ക് എന്തു വാങ്ങാം. നഷ്ടത്തിലോടുന്ന KSRTCക്ക് കുറച്ച് പണം കണ്ടെത്താനുള്ള വഴികളായിട്ട് കണ്ടൂടെ? ഞങ്ങൾ പറയുമ്പോഴല്ലേ കുഴപ്പം. നാട്ടുകാർ പറയുന്നത് നോക്കിയേ. ട്രാൻസ്പോർട്ട് ബസ് ഒന്നുമില്ല. ആദ്യം പരിഹരിക്കാൻ ഗണേഷ് കുമാർ മന്ത്രി ചെയ്യാനുള്ളത്. കണ്ടില്ലേ, നിങ്ങൾ മാത്രമല്ല, ഈ ഓട്ടോക്കാരും നാട്ടുകാരും ഒക്കെ ഇത്തരത്തിൽ അഭിപ്രായം പറയുന്നുണ്ട്. ഇത് കൂടാതെ ഇൻഷുറൻസ്, സ്പെയർ പാർട്സിന്റെ ടാക്സ്, റോഡ് ടാക്സ്, എന്തിന് ടയർ പോലും വാങ്ങിയാൽ നികുതി പണം ലഭിക്കുന്നത് സർക്കാരിനാണ്. 20,000 കുടുംബങ്ങൾ നേരിട്ട് ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് ആശ്രയിക്കാൻ സർക്കാരല്ലേ ഉള്ളൂ. ആനവണ്ടിക്കൊരു നയം, ഞങ്ങൾക്കൊരു നയം. അത് ശരിയല്ല. രണ്ടു കൂട്ടരും ഓടുന്നത് നമുക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മളാൽ കഴിയുന്നത് നമുക്കും ചെയ്യാം. സജികുമാറിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.